തൃശൂർ അരിയങ്ങാടി തട്ടൽ പിതാവിന് വലിയ പരിചയമുള്ള സ്ഥലമാണ്. അരിയങ്ങാടിയുടെ ഇടവഴികളിലൂടെ അദ്ദേഹം എത്ര വട്ടം നടന്നിട്ടുള്ളതാണ്. അവിടെ വെള്ളയപ്പം ചുട്ടുകൊടുക്കുന്ന ചില കടകളുണ്ട്. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. നോക്കി നിന്നുപോകും. അങ്ങനെ അരിയങ്ങാടിയിൽ വെള്ളയപ്പം ചുടുന്നത് പോലെയാണ് സീറോ മലബാർ സഭയിൽ മെത്രാന്മാരെ നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാ പിതാവെ ഇത്രയധികം മെത്രാന്മാർ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. പണ്ടുണ്ടായിരുന്ന വിശ്വാസികൾ പോലും ഇപ്പോഴില്ല സഭയിൽ. വിശ്വാസികൾ കൂടുന്നില്ല, കുറയുന്നതേ ഉള്ളൂ. പക്ഷെ മെത്രാന്മാരും രൂപതകളും കൂടിക്കൂടി വരുന്നു. പണ്ട് കാലങ്ങളിൽ മെത്രാന്മാരെ നിയമിക്കുന്നെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരുന്നു. പത്രങ്ങളിൽ ഒന്നാം പേജിൽ തന്നെ കളർ പടം സഹിതം ഇടം പിടിക്കും. ആകാശവാണിയൊക്കെ അക്കാലങ്ങളിൽ ഏറെ താല്പര്യത്തോടെ അത് പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു. ഇന്നൊരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായി. ഇന്ന് ഈ മെത്രാന്മാരെ തട്ടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥ. 10 വൈദികരെ ഒരുമിച്ച് കണ്ടാൽ അതിലൊരാൾ മെത്രാനായിരിക്കും. ഇതിനു മാത്രം എന്ത് പണിയാണ് ഒരു മെത്രാന് ചെയ്യാനുള്ളത്? അജപാലനം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ബാധ്യതയാക്കി ഇതുപോലെ ഓരോരോ സൃഷ്ടികർമ്മങ്ങൾ എന്തിനു നടത്തുന്നു പിതാവേ? 70കളുടെ ആദ്യ ഭാഗത്ത് സീറോ മലബാർ സഭയുടെ വകയായി 6-7 മെത്രാന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് അവരോട് ജനത്തിന് വലിയ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. കത്തോലിക്കർക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല മറ്റു മതസ്ഥർക്കും അവരെ വലിയ ബഹുമാനമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതാണോ? അവരോടൊക്കെ പുച്ഛമാണ്. സ്വന്തം സഭക്കാർക്ക് പോലും പരമപുച്ഛം. ഒരിടവക വൈദികൻ വിചാരിച്ചാൽ തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ കുറവാണ് സീറോ മലബാർ സഭയിൽ. അതിനു മുകളിൽ ഫെറോന എന്നൊരു സംവിധാനമുണ്ട്. ഏതാണ്ട് 90% പ്രശ്നങ്ങളും അവിടെ തീരും. പിന്നെയുള്ള 10% വേണ്ടിയാണ് മുട്ടിന് രൂപതകൾ സ്ഥാപിച്ച് മെത്രാന്മാരെ നിയമിക്കുന്നത്. മെത്രാനായി കഴിഞ്ഞാൽ ഇവരെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടുമോ? ഇല്ല. സഭാ സംബന്ധമായ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇവരുടെ എല്ലാം പ്രധാന പണി വിദേശ ടൂറാണ്. നാട്ടിലുണ്ടെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിലും പൊതുകാര്യങ്ങളിലും കയറി അഭിപ്രായം പറയും. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ആര് വരണമെന്ന് പോലും ഇവർ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളും ആ ഗതിയിലായെന്നത് വേറെ കാര്യം. ചില വൈദികരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും പ്രസ്താവനകൾ കണ്ടാൽ അവർ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ആണെന്ന് വരെ തോന്നിപ്പോകും. 70കളിലും 80കളുടെ ആദ്യമൊക്കെ മെത്രാന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിരുന്നു. അത് അവരുടെ ഇരിപ്പിടത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് നേരവും സമയവും ചോദിച്ചു വന്ന് കാണുന്ന സ്ഥിതിയായിരുന്നു. ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിനെയും അവർ സാറേ എന്ന് വിളിച്ച് അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടില്ല. ഇന്നത്തെ അവസ്ഥ അതാണോ? ചില തുക്കട രാഷ്ട്രീയ നേതാക്കന്മാരെ വരെ സാറേ എന്ന് വിളിച്ച് എടുത്തുകൊണ്ട് നടക്കുന്ന കാഴ്ച കാണുമ്പോൾ സഭാംഗങ്ങളാണെന്ന് പറയുന്നത് പോലും നാണക്കേടായി മാറിയിരിക്കുന്നു. ഒരു മെത്രാനെ എല്ലാവരും പിതാവേ എന്നാണ് വിളിക്കുന്നത്, അതായത് അപ്പൻ. അങ്ങനെയുള്ളപ്പോൾ ഒരപ്പന് സ്വന്തം മകനെ എങ്ങനെയാണ് സാറേ എന്ന് വിളിക്കാൻ പറ്റുന്നത്? പ്രായത്തിന്റെ കൂടുതലുണ്ടെങ്കിൽ മിസ്റ്റർ ചേർത്ത് പേര് വിളിക്കുന്നത് കൊണ്ട് അപകടമൊന്നുമില്ല. പക്ഷെ ഈ സാറേ വിളിച്ചുകൊണ്ടുള്ള പുറകെ നടപ്പ് അപകടം തന്നെയാണ്, അപമാനം തന്നെയാണ്. 70-80 കാലഘട്ടങ്ങളിൽ മെത്രാന്മാർ തങ്ങളുടെ അഭിപ്രായങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരുമായി പങ്കുവച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സഭയ്ക്ക് പൊതുവെ ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും അവരോട് പറയാറുണ്ട്. ഇന്നത്തെ സ്ഥിതി അതല്ല. ഭരണത്തിലെ ഓരോ കാര്യങ്ങളിലും കയറി ഇടപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. സർക്കാരിന്റെ ചില നയങ്ങളെ എതിർക്കുന്ന ജനകീയ സമരങ്ങളുടെ മുന്നിൽ ഒരു മെത്രാനോ വൈദികനോ പോയി അത് നയിക്കുന്നത് അത്ര ഭംഗിയുള്ള കാര്യമല്ല. പഴയ മൂന്നാർ റോഡിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളിൽ കോതമംഗലം മെത്രാൻ എഴുന്നള്ളി നിന്ന് കേസിൽ പ്രതിയായതൊന്നും അത്ര വലിയ കേമമുള്ള കാര്യമായിരുന്നില്ല. ഇത്രയും മെത്രാന്മാരും അതിനടുത്ത് കൈക്കാരന്മാരും സഭയ്ക്കുണ്ടായിട്ടും ഈ സഭയിലെ അസഹിഷ്ണുത ഒന്ന് പറഞ്ഞു തീർക്കുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എറണാകുളം അങ്കമാലി അതിരൂപതയെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. എറണാകുളം രൂപത ജനിച്ചത് തന്നെ സീറോ മലബാർ സഭാംഗങ്ങളെ മുഴുവൻ ഭരിക്കാനായിട്ട് ജനിച്ചവരാണെന്ന ചിന്തയാണ് അവരെ അലട്ടുന്നത്. ആദ്യകാലങ്ങളിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മെത്രാൻ പറഞ്ഞാൽ സഹായ മെത്രാൻ പോലും കേൾക്കാത്ത അവസ്ഥയായിരുന്നു. അതിനിടയിലാണ് പൗത്തൽ പിതാവ് പുതിയ ക്ലാവർ കുരിശുമായിട്ട് ഇറങ്ങിയത്. ഇതെല്ലാമാണ് സഭയിൽ ഇടർച്ചയുണ്ടാക്കിയത്. അതോടുകൂടി എറണാകുളത്ത് ഭിന്നിച്ചു നിന്നവരെല്ലാം ഒന്നായി. ഈ പ്രസ്ഥാനം കൊണ്ട് ആർക്കാണ് നേട്ടം? സഭാ മക്കൾ എല്ലാവരും കൂടി പിരിവിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ
സഭാ മക്കൾക്കൊഴികെ മറ്റെല്ലാവർക്കും ഉപകാരപ്പെടുന്ന യാഥാർത്ഥ്യം മറച്ചു വെക്കാൻ പറ്റുന്നതല്ല. സഭാ അംഗങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ നല്ല നേരം ചോദിക്കണം. പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ ജോലിയോ മറ്റോ വേണമെങ്കിൽ മെത്രാന്റെയോ വികാരി ജനറാളിന്റെയോ മിനിമം ചാൻസലറുടെയെങ്കിലും ബന്ധുവായിരിക്കണം. പണ്ടുകാലങ്ങളിൽ സഭാ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സംഭാവന ചെയ്തവരൊക്കെ ഇന്ന് പടിക്ക് പുറത്ത്. അവർക്ക് പുല്ലുവിലയാണ്. സഭയിലെ തന്നെ എത്രയോ പ്രശ്നങ്ങൾ തീരാതെ കിടക്കുന്നു. പണ്ടുകാലങ്ങളിൽ നോമ്പ് കാലത്ത് ഓരോ ഇടവകളിലും കുടുംബ നവീകരണ ധ്യാനങ്ങൾ നടക്കാറുണ്ടായിരുന്നു. കപ്പൂച്ചിൻ സഭാംഗങ്ങളായ വൈദികർ വന്ന് ഇടവക അംഗങ്ങൾ തമ്മിലുള്ളതും ഇടവകയിലെ കുടുംബാംഗങ്ങൾ തമ്മിലുമുള്ള വഴക്കുകളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു തീർക്കുകയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഇന്ന് അതിനു പകരം പെന്തക്കോസ്ത് വിശ്വാസികളുടെ മാർഗം പിന്തുടർന്ന് സാക്ഷ്യം പറയുന്ന ധ്യാന പരിപാടികളാണ് വൈദികർ നടത്തുന്നത്. 90% തട്ടിപ്പ് സാക്ഷ്യങ്ങളാണെന്ന് പറയാതെ വയ്യ. സാക്ഷ്യം പറയാൻ വരുന്നവന് കൂലി കൊടുക്കണം. കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ ബംഗാളികൾ ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് മാറും. അവർ ആ തൊഴിൽ മേഖല പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. ഇതുപോലെ ജീവനുള്ള കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ആദ്യം തന്നെ രൂപതകളുടെയും അതിരൂപതകളുടെയും എണ്ണം വെട്ടിക്കുറയ്ക്കണം. കോടികൾ മുടക്കി വലിയ പള്ളികളൊന്നും പണിയരുത്. സാധാരണക്കാരന് കയറി നിന്ന് സുവിശേഷം കേൾക്കുവാൻ പറ്റുന്ന ഒരിടം മതി. കർത്താവ് കാലിത്തൊഴുത്തിലാണ് പറഞ്ഞത്. കർത്താവ് സുവിശേഷം പറഞ്ഞത് വിജനമായ സ്ഥലത്തും പാറപ്പുറത്തും ഒക്കെയാണ്. അത് ഓർക്കുന്നത് നല്ലതാണ്. 25 വർഷം കൂടി കഴിഞ്ഞാൽ ഈ പള്ളികളിൽ പോകാൻ ആരും ഉണ്ടാകില്ലെന്ന കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. കർത്താവിന്റെ ആലയം വൃത്തിയുള്ളതായി സൂക്ഷിക്കുക, ഉള്ളത് വൃത്തിയാക്കുക. ഈ ബ്രഹ്മാണ്ഡ ദേവാലയങ്ങൾ പണിയുന്നതിന് പകരം ആ ഇടവകയിലെ വീടില്ലാത്ത ഇടവക അംഗങ്ങൾക്ക് വീട് വെച്ച് കൊടുത്താൽ അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. ആ ഇടവകയിൽ അതിനു പറ്റിയ ആളുകളില്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തില് ആ ഇടവകയ്ക്ക് ചുറ്റുമുള്ള ജനങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കെട്ടുറപ്പുള്ള ഒരു വീട് ഉണ്ടാക്കി കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ പുണ്യം. എത്ര മെത്രാന്മാരുണ്ടായാലും മെത്രാപ്പൊലിത്തമാരും പാത്രിയാർക്കീസുമാരും ഒക്കെ ഉണ്ടായാലും സഭയ്ക്കുണ്ടായ നാണക്കേട് തന്നെയാണ്. സാധാരണക്കാരായ സഭാംഗങ്ങൾക്കാണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വരുന്നത്. നിങ്ങൾ മേടയിൽ ഇരിക്കുന്നത് കൊണ്ട് താഴെ നടക്കുന്നതൊന്നും നിങ്ങൾ അറിയുന്നില്ല. ഇനി അറിഞ്ഞാലും മരണാനന്തരം ചെണ്ടക്കാർക്ക് ദാനം ചെയ്യാൻ വെച്ചിരിക്കുന്ന തൊലിയായതുകൊണ്ട് നിങ്ങളെ അത് ഏശത്തുമില്ല. എങ്ങനെയെങ്കിലും മെത്രാന്മാരുടെ എണ്ണം 100-ലെത്തിക്കുക. അവരും സുഖിച്ച് ജീവിക്കട്ടെ. അതായിരിക്കും തട്ടിൽ മെത്രാപ്പൊലീത്തായ്ക്ക് അഭികാമ്യം. ഏതായാലും അത് നടക്കട്ടെ. അരിയങ്ങാടിയിൽ അപ്പൻ ചുട്ടുകൂട്ടുന്ന അതേ വേഗതയിൽ തന്നെ രൂപതകളും മെത്രാന്മാരും വർദ്ധിക്കട്ടെ. ഇത്രയേ പറയാനുള്ളൂ.